അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, കഴിഞ്ഞ 2 ക്ലാസ്സിലും ഞങ്ങൾ പഠിച്ചത് മഗ്ഫിറത്ത് കിട്ടാണ്ടിക്കോ കാരണം അവിടെ വിഷയം എന്തിനല്ലേ ചൊന്ന് ഞങ്ങൾ പഠിച്ച ഉണ്ട് അമലും തഖ്വയും. ഈ വിഷയത്തിൽ ചെറിയ ഒരു ചർച്ച ആയിട്ട് ഉദ്ദേശിക്കരുത്. പണ്ഡിതന്മാർ ആലിമിങ്ങ പഠിപ്പാടുത്തുണ്ടാറ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊന്നറു, ലാ തഹ്തമു ലിഖില്ലത്തിൽ അമൽ. നിന്റെ അമൽ കുറഞ്ഞു ചൊന്നല്ല നീന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അമലിൻ്റെ വിഷയത്തിൽ ക്വാണ്ടിറ്റിയിലല്ല നീന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഖുർആൻ അതല്ലേ ചൊല്ലത്. കാരണം അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാൻ. നിങ്ങൾ ആരിൽ അഹ്സൻ നല്ല കർമ്മം, അവിടെ അക്ബറും അമൽ ചൊന്നില്ല, അഹ്സൻ ചൊന്നെങ്കിൽ യാറെ നല്ല അമൽ. ഇപ്പോൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയുള്ള അമൽ, അതായത് അല്ല ഉദ്ദേശിക്കരുത്. വഹ്തമുലിൽ ഖബൂൽ, ഇനി ക്വാണ്ടിറ്റി കുറഞ്ഞെങ്കും അത് ക്വാളിറ്റി ഉള്ള പ്രവൃത്തി ആയിത്തിക്കൊണ്ടു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയ വിഷയത്തിലായിത്തിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധ വേണ്ടതെന്ന്. ഞങ്ങളെ കർമ്മ അല്ലാഹു ആക്കുമ്പോഴത്തേക്കും അത്രയും ഇഖ്ലാസും ഖൗഫും ഖുശൂഉം അതെല്ലാം ഉള്ള ഇഹ്സാനും എല്ലാം ഉള്ള ഈമാനും ഇഹ്തിസാബുള്ള പ്രവൃത്തി ആയിത്തിക്കൊണ്ടു. അങ്ങനത്തെ ഒരു മനസ്സിൽ നിങ്ങൾ കർമാക്കണം. അലം തസ്മഉ ഖൗലല്ലാഹ്, അല്ലാഹുവിന്റെ പലക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത്? ഫീ സൂറത്തുൽ മാഇദത്തി, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു ചൊന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. കുറേ ചമ്മ ഉള്ളതല്ല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുന്നത് തഖ്വയുള്ള ആൾമാരിൽ നിന്ന് മാത്രമാണ്. അപ്പം ഞങ്ങളെ കർമ്മ, ഞങ്ങളൊരു അമല്, ഞങ്ങളെ ഒരു പ്രവൃത്തി, നിസ്കാര ദിക്ർ ഏതു ആവട്ടെ അല്ലാഹ് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വീകാരാക്കരെ മുത്തഖീങ്ങളിൽ മാത്രം അല്ലേ? ആ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രം അല്ലാഹ് സ്വീകരിക്കരെ. അള്ളാഹു എൻ്റെ ഒരു അമൽ സ്വീകാരാക്കിയെങ്കിൽ, ഒരു സ്വലാത്ത് സ്വീകാരാക്കിയെങ്കിൽ ನಾನು മുത്തഖീ ചൊന്തുള്ള ആ ഒരു വിഭാഗത്തിലായിത്തിക്കരെ. ഈ മുത്തഖീ ചൊന്തുള്ള വിഭാഗത്തിൽ ನಾನು എത്തിയെങ്കിൽ എനിക്ക് കിട്ടുന്നതായ ഒരു ബെനിഫിറ്റ് എന്ത്? ഇന്നലിൽ മുത്തഖീന മഫാസ, അങ്ങനത്തെ മുത്തഖീങ്ങൾക്ക് വിജയമുണ്ടോ. അപ്പോൾ അതായത് പണ്ടത്തെ സ്വഹാബിമാർ സലഫ് സ്വാലിഹീങ്ങ അങ്ങ മെയിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടത്. കാരണം മഹാന അലി റളിയല്ലാഹു അൻഹു പിന്നെയും ചൊല്ലു, കൂനൂലി ഖബൂലിൽ അമലി അശദ ഇഹ്തിമാമൻ ബിൽ അമൽ. നിങ്ങൾ യാർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അശദുൽ ഇഹ്തിമാം ചെന്നെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്തായിത്തിക്കൊള്ളു? ഖബൂൽ അമൽ, അമൽ സ്വീകരിക്കപ്പെട്ട വിഷയത്തിലായിത്തിക്കൊള്ളു. കാരണം അയാൾ ചൊല്ലതിൽ അനകൂന അഅലമു അന്നല്ലാഹ തഖബ്ബല മിന്നി മിസ്കാല ഹബ്ബത്തി മിൻ ഖർദൽ അഹബ്ബു ഇലയ്യ മിന ദുനിയ വമാ ഫീഹാ. അയാൾ ചൊല്ലത്, ഞാൻ അള്ളാഹു നന്നിൽ നിന്ന് ഒരു തെല്ല്, ഒരു അണുമണി ചൊല്ലാറല്ലേ, തെല്ല് ചെറിയ ഒരു അമൽ സ്വീകരിച്ച ചൊന്തു നൻ്റെ വിഷയത്തിൽ നക്ക് ഗൊന്തായെങ്കിൽ നക്കത് ദുനിയാവിലുള്ള സകല സുഖത്തിനെ കാട്ടി നക്കത് ഇഷ്ടമായിത്തിക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പലക്ക ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ ചൊന്തുള്ള പലക്കായിത്തിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളെ എല്ലാ പ്രയോറിറ്റി ചൊന്ന രൂപത്തിലായിത്തിക്കുന്നു. അമൽ കുറേ ആക്കരെ ചൊന്തല്ല, സ്വാന ചൊല്ലതല്ല. സുബ്ഹാനല്ലാഹ് 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 ആ ഒരു ദിക്ർ കറക്റ്റായി ചൊല്ലണം. ആ രൂപത്തിലായിത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ ഞങ്ങൾ മെയിനായി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ, ഞങ്ങളെ അമലെല്ലാം സ്വീകരിക്കുമാറാവട്ടെ, മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.